വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ശാലിനിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. ആരാണ് പായസം ഉണ്ടാക്കിയതെന്നും അന്നവിടെ ആരൊക്കെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് ശാലിനിയോട്. അന്നേരം പായസം ഉണ്ടാക്കിയത് സത്യാമ്മ തന്നെയാണ്, പക്ഷേ പായസത്തിൽ വിഷം ചേർത്തത് സത്യാമ്മ അല്ല എന്ന് ശാലിനിയെ ഉറപ്പിച്ചു പറയുകയാണ്. അന്നേരം അതെങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് എനിക്കറിയാം എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ശാലിനി പറയുന്നുണ്ട്. ഈ സമയത്താണ് കോൺസ്റ്റബിളിൻ്റെ കൂടെ സുസ്മിതയും അകത്തേക്ക് വരുന്നത്. തുടർന്ന് ഇതാണല്ലേ സുസ്മിത സത്യാമ്മയുടെ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ കൂട്ടുകാരിയുടെ മകളാണെന്ന് സത്യഭാമ മറുപടി പറയുകയാണ്. അന്നേരം സുസ്മിത എന്താ വിയർക്കുന്നത്, ഞങ്ങൾ ആ പായസത്തിൻ്റെ കേസൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, സുസ്മിതയ്ക്ക് പോലീസിനെ പേടിയാണെന്നൊക്കെ ശ്രീരഞ്ജിനി ചോദിക്കുന്നുണ്ട്. അന്നേരം പായസത്തിൻ്റെ ആ കാര്യമൊക്കെ സംസാരിക്കുന്നതിൽ ഞാൻ എന്തിനാണ്, പിന്നെ ചൂടല്ലേ അതുകൊണ്ടാണ് വിയർക്കുന്നത്, പിന്നെ പോലീസിനെ പേടിക്കാനായിട്ട് ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്തിനാ ഞാൻ പേടിക്കുന്നത് എന്ന് സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം ശ്രീരഞ്ജിനി തിരിച്ച് ചോദിക്കുന്നുണ്ട്, അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നതെന്ന്. അന്നേരം വിയർപ്പൊക്കെ നന്നായിട്ടങ്ങ് ഒപ്പുകയാണ് സുസ്മിത. തുടർന്ന് വീണ്ടും ശാലിനിയോട് കാര്യങ്ങൾ ശ്രീരഞ്ജിനി തിരക്കുകയാണ്. തുടർന്ന് കുറ്റവാളി ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇക്കൂട്ടത്തിൽ തന്നെയുണ്ട് എൻ്റെ പ്രീതിയുടെ കുഞ്ഞിനെ കൊന്ന ആ കൊലയാളി, പക്ഷേ പേര് പറയാനായിട്ട് ഇപ്പോൾ സാധിക്കില്ല, മൊത്തം തെളിവുകളോട് കൂടി മാത്രമേ ഞാൻ മാഡത്തിൻ്റെ മുമ്പിൽ പ്രതി ഹാജരാക്കൂ എന്ന് പറയുകയാണ്. അന്നേരം എന്നാലും എന്ത് തെളിവുകൾ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പായസത്തെ കലർത്തിയ വിഷം, അത് കൊണ്ടുവന്ന കവറിലെ ഫിംഗർ പ്രിൻ്റ് എല്ലാം ഉൾപ്പെടെ എല്ലാം എൻ്റെ കയ്യിലുണ്ട്, അത് ഫോറൻസിക്കിനെ ആയിട്ട് ലാബിൽ പരിശോധിക്കണമെന്ന് പറയുകയാണ്. അന്നേരം അത് ഉടനെ പോലീസിന് കൈമാറണം എന്ന് ശ്രീരഞ്ജിനി പറയുമ്പോൾ സഹദേവനെ ഒന്ന് നോക്കിയിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ട് എന്ന് ശാലിനി പറയുകയാണ്. അന്നേരം സഹദേവന്റെ നേതൃത്വത്തിലല്ല എൻ്റെ മേൽനോട്ടത്തിലായിരിക്കും ഈ കേസ് പോകുന്നത്, ശാലിനിക്ക് എന്നെ ഏൽപ്പിക്കാം എന്ന് പറയുകയാണ്. അതേസമയം സുസ്മിത നിന്നങ്ങ് വിയർക്കുകയാണ്. ഇവളിനി എൻ്റെ പേര് പറയുമോ, എന്നെ കാട്ടിക്കൊടുക്കുമോ എന്നുള്ള ആകെ ടെൻഷനിലാണ് സുസ്മിത. തുടർന്ന് ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്, സത്യാമ്മയെ വിട്ടയക്കണം, യഥാർത്ഥ പ്രതിയായിരിക്കണം പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടത് എന്ന് ശാലിനി ശ്രീരഞ്ജിനിയോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ശരി, സത്യാമ്മയെ വിട്ടയച്ചേക്കൂ, പിന്നെ ശാലിനിയോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമാണ് സത്യാമ്മയെ വിട്ടയക്കുന്നത് എന്ന് പറയുക. അന്നേരം വാക്കാണ് മാം, ഞാൻ എല്ലാ തെളിവുകളും ഹാജരാക്കാമെന്ന് ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് പ്രീതിയോട് പറയുന്നുണ്ട്, പ്രീതി വിഷമിക്കേണ്ട, യഥാർത്ഥ പ്രതിയെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും, പ്രീതിക്ക് നീതി ലഭിക്കുമെന്നൊക്കെ, ഇനി എല്ലാവർക്കും പോകാമെന്ന് പറയുകയാണ്. തുടർന്ന് സുസ്മിത പെട്ടെന്ന് അങ്ങ് ഓടി ഇറങ്ങുകയാണ്. പിന്നാലെ വസുമതിയും പ്രീതിയും എല്ലാവരും ഇറങ്ങുന്നുണ്ട്. തുടർന്ന് സത്യാമ്മയും വിഷ്ണു പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്, വാ അമ്മയെ പോകാമെന്നും പറഞ്ഞ്. അതേസമയം എഴുന്നേറ്റ് സത്യഭാമ രൂക്ഷമായിട്ടൊന്ന് സഹദേവനെ നോക്കുന്നുണ്ട്. അതേ ഇരട്ടി ദേഷ്യത്തിൽ വിഷ്ണുവും സഹദേവനെ ഒന്ന് നോക്കുകയാണ്. തുടർന്ന് ശാലിനിയോട് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങുകയാണ് സ്റ്റേഷനിൽ നിന്ന്. തുടർന്ന് ശ്രീരഞ്ജിനി പോകാൻ നേരം സഹദേവൻ്റെ ഫോൺ കൊടുത്തിട്ട് ഇന്നാ വിളിച്ചോളൂ സഹദേവ എന്ന് പറയുന്നുണ്ട്. അന്നേരം ആരെയാ മാഡം എന്ന് ചോദിക്കുമ്പോൾ സിസിലിയെ തന്നെ വിളിച്ചോ എന്ന് കളിയാക്കി ശ്രീരഞ്ജിനി പറഞ്ഞിട്ട് ദേഷ്യത്തോടെ സഹദേവനെ ഒന്ന് നോക്കിയിട്ട് ശ്രീരഞ്ജിനി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുകയാണ്. തുടർന്ന് ആകെ നാണം കെട്ട സഹദേവൻ ശ്രീരഞ്ജിനി പോയ ശേഷം ആ ഫോണൊക്കെ മേശപ്പുറത്തേക്ക് എറിഞ്ഞ് തൊപ്പിയൊക്കെ ഊരി എറിഞ്ഞ് നാശം എന്നൊക്കെ പറഞ്ഞ് മീശയൊക്കെ ചുരുട്ടി പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് രാജീവിൻ്റെ വീടാണ്. അവിടെ രാജീവ് 2-ാം തീയതിയായിട്ടും ശമ്പളം അമ്മയെ ഏൽപ്പിച്ചില്ല എന്നും പറഞ്ഞ് വിജയലക്ഷ്മി അമ്മാവനും കൂടി സംസാരിക്കുകയാണ്. ഈ സമയത്ത് രാജീവ് പുറത്തുനിന്നും വരുന്നുണ്ട്. എടാ 2-ാം തീയതിയായി നീ ശമ്പളം തന്നില്ലല്ലോ എന്ന് അമ്മാവൻ ചോദിക്കുകയാണ്. ഓ അതാണോ കാര്യം, ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് രാജീവ് മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് ശാരിക അവിടെ ഇരുന്ന് എന്തോ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇയാൾ വായനയും തുടങ്ങിയോ എന്ന് പറയുന്നുണ്ട് രാജീവ്. അന്നേരം സാറ് വായിക്കുന്നത് പോലത്തെ ബുക്കൊന്നുമല്ല, ഇത് പാചകത്തിൻ്റെ ബുക്കാണ്, ഞാൻ വായിച്ചു പഠിക്കുകയായിരുന്നു എന്ന് ശാരിക പറയുകയാണ്. ഈ സമയത്ത് അലമാരി തുറന്നിട്ട് ക്യാഷ് അവിടെയൊക്കെ നോക്കുന്നുണ്ട് രാജീവ്, ഇവിടെയാണ് വെച്ചിരുന്നത് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ ശേഷം ശാരികയോടും ചോദിക്കുന്നുണ്ട്, ഞാനിവിടെ കുറച്ച് ക്യാഷ് വെച്ചിരുന്നു അത് കാണുന്നില്ല എന്ന്. അപ്പോൾ ആ സാറ് അതാണോ നോക്കിയത്, സാറിൻ്റെ ശമ്പളമല്ലേ, അത് ഞാൻ എടുത്ത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അന്നേരം അത് താനിങ്ങ് എടുത്തേന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. അന്നേരം എന്തിനാ, സാറിൻ്റെ ശമ്പളമല്ലേ എന്ന് ശാരിക ചോദിക്കുകയാണ്. അന്നേരം അമ്മയ്ക്ക് കൊടുക്കാനാണ്, അതിങ്ങി തന്നേന്ന് പറയുന്നുണ്ട്. അന്നേരം അത്രയും പണം എന്തിനാ അമ്മയ്ക്ക് കൊടുക്കുന്നത്, അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ തല കറങ്ങിയെന്ന് ശാരിക പറയുകയാണ്. അത് PF എല്ലാമൊക്കെ പിടിച്ചിട്ട് മുഴുവൻ ശമ്പളമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ സാറിൻ്റെ ചിലവിനുള്ള പണമൊക്കെ എവിടെ നിന്നാണെന്ന് ശാരിക തിരക്കുകയാണ്. അന്നേരം അതിൽ നിന്നും 10ഓ 15ഓ ഒക്കെ അമ്മ എനിക്ക് തരും, അല്ലാതെ എന്തെങ്കിലും ചിലവ് വന്നാൽ അതിനും അമ്മ തരുമെന്ന് രാജീവ് പറയുകയാണ്. അപ്പോൾ ശാരിക ചോദിക്കുകയാണ്, എല്ലാ പൈസയും അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സാറിന് ചിലവിനായിട്ട് ഒന്നുമില്ലേ എന്ന്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും ഞാനും അമ്മയുടെ മുമ്പിൽ പോയി കൈ നീട്ടണമോ എന്ന് ശാരിക ചോദിക്കുകയാണ്. അന്നേരം താൻ സ്വന്തമായിട്ട് അധ്വാനിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ പൈസ ഇല്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നത് പോലെ അല്ലല്ലോ സാർ എനിക്കൊരു സമ്മാനം വാങ്ങിച്ചു തന്നത്, അത് വേറെയല്ലേ എന്ന് ചോദിക്കുകയാണ്.
പിന്നെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന ആ പൈസ മുഴുവനും അമ്മയുടെ കയ്യിലേക്കാണ് പോകുന്നത്. പിന്നെ സാധനം വാങ്ങിക്കണമെങ്കിൽ പോലും അത് ഞാനവിടെ കണക്ക് ബോധിപ്പിച്ച് എല്ലാം വിലവര പട്ടിക മൊത്തം കാണിച്ചാലേ പൈസ തരികയുള്ളൂ. അതുകൊണ്ട് ഇനി ഈ പൈസ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് ശാരിക രാജീവിനോട് പറയുകയാണ്. ഞാനിപ്പോൾ ഇനി എന്താണ് വേണ്ടതെന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. അന്നേരം സാറിൻ്റെ അക്കൗണ്ടിലല്ലേ ക്യാഷ് വരുന്നത്, ഇനി എത്ര ബാലൻസ് ഉണ്ട് എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബാലൻസ് എന്നും പറഞ്ഞ് രാജീവ് തപ്പുന്നുണ്ട്. അന്നേരം പറയുകയാണ്, വാടകയും വീട്ടു ചെലവും ഉൾപ്പെടെ ഒരു നിശ്ചിത തുക മാത്രം കൊടുത്താൽ മതി, പിന്നെ അമ്മയ്ക്ക് അമ്മാവനും എന്തെങ്കിലും കൊടുക്കാം. അതമ്മ സാരിയോ മാലയോ വളയോ എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോട്ടെ. പിന്നെ എന്തെങ്കിലും അധിക ചിലവുണ്ടെങ്കിൽ അത് ബോധ്യമായാൽ മാത്രം കൊടുത്താൽ മതി. പക്ഷേ സാർ എല്ലാ കണക്കും അറിഞ്ഞിരിക്കണം എന്ന് ശാരിക പറയുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും കൊടുത്ത ശേഷം അടുത്ത മാസവും വരുമ്പോൾ കണക്ക് പ്രകാരമുള്ള പൈസ മാത്രം കൊടുത്താൽ മതി, ബാക്കി അക്കൗണ്ടിൽ കിടക്കട്ടെ, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് എടുക്കാം എന്ന് ശാരിക പറയുന്നുണ്ട്. അന്നേരം ഇതെല്ലാം വാതിൽക്കൽ നിന്ന് ദേഷ്യത്തോടു കൂടി അങ്ങ് വിജയലക്ഷ്മി കേൾക്കുന്നുണ്ട്. അതേസമയം രാജീവ് പറയുകയാണ്, ഞാനിപ്പോൾ പൈസ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അകത്തേക്ക് വന്നതെന്ന്. ഞാനിനി പോയി അവരോട് എന്തു പറയുമെന്ന് രാജീവ് ചോദിക്കുന്നുണ്ട്. അന്നേരം സാറ് പോയി കാര്യം പറയണം, ഇത്രയും കാലം അവരല്ലേ പൈസ വാങ്ങിച്ചെടുത്തത്, അത് അവർക്കൊരു നാണക്കേട് തോന്നിക്കൂടായിരുന്നോ? ഇനി ഒരു കുടുംബമൊക്കെ ആയില്ലേ, ഇനി കുറച്ച് പിടിപ്പൊക്കെ ആകാം, സാറ് തന്നെ പോയി കാര്യം പറയണം എന്ന് ശാരിക പറയുന്നുണ്ട്. അന്നേരം രാജീവിൻ്റെ ഇരിപ്പ് കണ്ടിട്ട്, സാറിന് മടിയാണെങ്കിൽ ഞാൻ പോയി പറയാമെന്ന് പറഞ്ഞ് തിരിയുമ്പോൾ വാതിൽക്കൽ നിൽക്കുന്ന അമ്മാവനെയും വിജയലക്ഷ്മിയെയും കാണുകയാണ് അവർ രണ്ടുപേരും. തുടർന്ന് ദേഷ്യത്തോടെ വിജയലക്ഷ്മി പറയുകയാണ്, നീ അങ്ങോട്ട് എഴുന്നള്ളുകയൊന്നും വേണ്ട, ഞാനെല്ലാം കേട്ടു എന്ന്. അന്നേരം ശാരിക പറയുകയാണ്, ഇത് വളരെ ചീപ്പായി പോയമ്മേ, ഭാര്യയും ഭർത്താവും മാത്രമുള്ള റൂമിൽ ഒളിഞ്ഞു നിന്ന് കാര്യങ്ങൾ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ വളരെ വില കുറഞ്ഞ ഏർപ്പാടാണെന്ന്. അന്നേരം ഞാൻ വാടക കൊടുക്കുന്ന വീടാണിത്, ഇവിടെ എന്ത് കാണണം കേൾക്കണം എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നതെന്ന് ദേഷ്യത്തോടെ വിജയലക്ഷ്മി പറയുമ്പോൾ, ആര് വാടക കൊടുക്കുന്നു? ഇത് എൻ്റെ ഭർത്താവ് വാടക കൊടുക്കുന്ന വീടാണ്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങി അതിൽ നിന്ന് നിശ്ചിതമായൊരു തുക മാത്രം നിങ്ങൾ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് ശാരിക വാദിക്കുകയാണ്. അന്നേരം ഞാൻ പ്രസവിച്ച് പാലൂട്ടി വളർത്തി പഠിപ്പിച്ച് ഇത്രയും വലുതാക്കി എൻ്റെ മകനാണ്, അപ്പോൾ പിന്നെ അവൻ്റെ ശമ്പളം വാങ്ങിക്കാനുള്ള അവകാശം എനിക്കുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വാങ്ങിക്കുന്നതെന്ന്. അന്നേരം ശാരിക ചോദിക്കുകയാണ്, പ്രസവിച്ചതിൻ്റെയും പാലൂട്ടിൻ്റെയും വളർത്തും കഥയും കണക്കുമൊന്നും ഇതുവരെ തീർന്നില്ലേ? എൻ്റെ അമ്മയും ഇതുപോലെയൊക്കെ തന്നെയാണ് ചെയ്തത്, പക്ഷേ അവരാരുടെ ശമ്പളമാണ് വാങ്ങുന്നത്, ഇപ്പോഴും അവരുടെ അധ്വാനത്തിൽ തന്നെയാണ് അവർ ജീവിക്കുന്നതെന്ന്. അന്നേരം വിജയലക്ഷ്മി പറയുന്നുണ്ട്, മക്കളെ കണ്ണും കൈയും കാണിക്കാനും വായി നോക്കാനും മാത്രം വിട്ടാൽ പോരാ, പഠിപ്പിക്കണമായിരുന്നു. പക്ഷേ നിനക്ക് ഭാഗ്യം തന്നെയാണ്, നിനക്ക് ലോട്ടറിയല്ലേ അടിച്ചിരിക്കുന്നത്, എൻ്റെ മകനെ പോലെ ഒരു കോളേജ് ലെക്ചറെ നിനക്ക് ഭർത്താവായി കിട്ടിയില്ലേ എന്നും പറഞ്ഞ് ആകെ അങ്ങ് അധിക്ഷേപിക്കുകയാണ് ശാരികയെ വിജയലക്ഷ്മി. ഇതിന് അമ്മയുടെയും ഭാര്യയുടെയും ഇടയിൽ കിടന്ന് ആകെ അങ്ങ് വിഷമിക്കുകയാണ് അന്നേരം രാജീവ്. അന്നേരം കളിയാക്കുകയാണ് ശാരിക, എന്ത് കോളേജ് ലെക്ചറോ, എനിക്കൊരു കൺമഷിയോ ചാന്തോ വാങ്ങണമെങ്കിൽ അമ്മയുടെ മുമ്പിൽ നടുവും വളച്ചു നിൽക്കുന്ന രാജീവ് സാറിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ എനിക്ക് എന്ത് ലോട്ടറി അടിച്ചെന്നാണ്? ഒരു കൂലിവേലക്കാരനെയാണ് കല്യാണം കഴിച്ചിരുന്നതെങ്കിലും അന്ത്യയാവുമ്പോൾ അമ്മയുടെ ചുവട്ടിൽ ശമ്പളം വയ്ക്കാതെ അത് എൻ്റെ കയ്യിൽ കിട്ടുമായിരുന്നു എന്ന് ശാരിക പറയുന്നുണ്ട്. അന്നേരം ദേഷ്യത്തോടെ ശാരികയെ നിർത്ത് എന്നൊക്കെ രാജീവ് പറയുന്നുണ്ട്. അന്നേരം ചുമ്മാ ഇരിക്കും സാറേ എന്നും പറഞ്ഞ് വീണ്ടും ശാരിക പറയാൻ തുടങ്ങുമ്പോൾ ശാരികയുടെ അവസാന വാക്കുകളിൽ ശാരികയെ ഇങ്ങോട്ട് നേരെ പിടിച്ചിട്ട് കവാലം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് രാജീവ്. എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാത്തിനും ഒരു അതിരുണ്ടെന്ന്. അന്നേരം ആകെ സങ്കടമാകുന്നുണ്ട് ശാരികയ്ക്ക്. അടി കൊണ്ട ശേഷം കണ്ണൊക്കെ നിറഞ്ഞൊഴുകുകയാണ്. ശാരികയെ രാജീവ് അടിക്കുന്നത് കണ്ട് രാജീവിനെ ഇങ്ങോട്ട് പിടിച്ചിട്ട്, ഇപ്പോഴാടാ മോനെ നീ ഒരു ആണായത്, ഇവൾക്ക് ഇതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു എന്ന് വിജയലക്ഷ്മി പറയുകയാണ്. അത് തലകുലിക്ക് സമ്മതിക്കുകയാണ് അമ്മാവനും. തുടർന്ന് രാജീവ് അങ്ങ് റൂം വിട്ടു പോവുകയാണ്. എന്നിട്ട് ശാരികയെ പിടിച്ചിട്ട് വിജയലക്ഷ്മി പറയുന്നുണ്ട്, ഇനിയെങ്കിലും കുഞ്ഞൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം, അമ്മയ്ക്കൊപ്പം ആകില്ല ഭാര്യ, നിന്റെ സ്ഥാനം എന്താണെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് വിജയലക്ഷ്മിയും അമ്മാവനും അങ്ങ് റൂമിൽ നിന്നും പോവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. അവിടെ സദസ്സിൽ എല്ലാവരുമുണ്ട്, വിഷ്ണുവും രാഘവൻ നായരും ശാലിനിയും സുസ്മിതയും ഒക്കെ. സത്യഭാമ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അന്നേരം ഭാമ, എന്താണ് നീ ഇത്ര ആലോചിച്ച് കൂട്ടുന്നതെന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം പാമ്പിനെയാണ് ഞാൻ പാലൂട്ടി വളർത്തിയത്, എൻ്റെ കുടുംബം നശിപ്പിക്കാനായിട്ട് പിറവിയെടുത്തവൾ എന്നൊക്കെ ഭാമ നിന്നങ്ങ് പറയുന്നുണ്ട്. അന്നേരം ആരുടെ കാര്യമാണ് നീ പറയുന്നതെന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ്. അന്നേരം സുസ്മിത പേടിക്കുന്നുണ്ട്, ദൈവമേ എന്നെ ആൻറ്റി കണ്ടുപിടിച്ചോ എന്ന്. അന്നേരം ശാലിനി ഇങ്ങോട്ട് മുന്നോട്ട് പിടിച്ചു നിർത്തിയിട്ട്, ഞാൻ ദേ ഇവളുടെ കാര്യമാണ് പറയുന്നത് എന്ന് ഭാമ പറയുകയാണ്. അന്നേരം ആൻറ്റി ഒരു മണ്ടിയല്ല, മരമണ്ടി തന്നെയാണെന്ന് സുസ്മിത മനസ്സിൽ പറയുകയാണ്. അന്നേരം വിഷ്ണു ചോദിക്കുകയാണ്, അമ്മ എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നതെന്ന്. അന്നേരം വേണ്ട, നീ നിന്റെ ഭാര്യയെ രക്ഷിക്കാനായിട്ട് ഇനി നോക്കണ്ട എന്ന് വിഷ്ണുവിന് താക്കീത് കൊടുക്കുകയാണ് സത്യഭാമ.
ശാലിനി എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് അമ്മയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നിൽ നിന്നും മറച്ചു വെച്ചത് എന്ത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്? ആ വിവരം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ സത്യഭാമയുടെ മകൻ വിഷ്ണുവിനെ ഒരു നിമിഷം പോലും പോലീസ് ലോക്കപ്പിൽ കഴിയേണ്ടി വരില്ലായിരുന്നു. ആ നിമിഷം നിന്നെ ഞാൻ പുറത്തിറക്കിയേനെ എന്ന് ഭാമ പറയുകയാണ്. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്. ഞാനാണ് എല്ലാവരോടും പറഞ്ഞത് എന്നെ അറസ്റ്റ് ചെയ്ത കാര്യം അമ്മയോട് പറയരുതെന്ന്. അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് ഡോക്ടറാണ് പറഞ്ഞത്. അമ്മയൊന്ന് മനസ്സിലാക്കുന്നൊക്കെ വിഷ്ണു ആവർത്തിച്ച് പറയുന്നുണ്ട്. അന്നേരം അത് ശരിവെച്ച് രാഘവൻ നായരും പറയുന്നുണ്ട്, ഭാമയവൻ പറഞ്ഞത് ശരിയാണ്, അതിന് ഞാനും കൂട്ടുനിന്നു, അത് നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തതെന്ന് രാഘവൻ നായരും അത് വിഷ്ണുവിൻ്റെ പക്ഷം പിടിച്ചു പറയുകയാണ്. അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും ഉണ്ടാകരുതെന്ന് പറഞ്ഞിട്ട് ഒന്നും ഉണ്ടായില്ല അല്ലേ എന്ന് വിഷ്ണുവോട് ചോദിക്കുകയാണ്. അന്നേരം അതിന് മറുപടി ഇല്ലാതെ വിഷ്ണു നിൽക്കുമ്പോഴാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആളുകൾ സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നത്. വി ആർ ഫ്രം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ് കാർഡൊക്കെ എടുത്ത് കാണിക്കുകയാണ്. അന്നേരം സുസ്മിത ഒന്ന് പേടിച്ച് നിൽക്കുന്നുണ്ട്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.